പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ വന്നിരിക്കുന്നത് എന്നെ പറ്റിയൊക്കെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരണ്ടേ. ആരാ ഏതാ എന്താ ആരോ എന്തൊക്കെ ഒരു വീഡിയോ 2 വീഡിയോ ഇട്ടിരിക്കുന്നത് കുറച്ച് ആൾക്കാർ കണ്ടു കേട്ടോ. അപ്പോൾ 10 താഴെ ആൾക്കാരെ കണ്ടിട്ടുള്ള വീഡിയോ. അപ്പോൾ കുറച്ച് ആൾക്കാരൊക്കെ കാണണമെങ്കിൽ എനിക്ക് എന്നെപ്പറ്റിയൊക്കെ പരിചയപ്പെടുത്തി തരാൻ വേണ്ടിയൊക്കെയാണ് ഞാൻ വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പം എൻ്റെ ചാനലിൻ്റെ പേര് പിങ്കി വേൾഡ് എന്നാണ്. ഞാനാണെങ്കിൽ ഇസ്രയേലിലാണ് ജോലി ചെയ്യുന്നത്. അപ്പം ഇവിടുത്തെ കാര്യങ്ങൾ, ചെറിയ കാര്യങ്ങൾ, ചെറിയ ടിപ്സുകൾ ഒക്കെ ചാനലിലൂടെ എൻ്റെ ഫ്രണ്ട്സിലേക്ക് എത്തിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കുറച്ച് വെട്ടത്തിൻ്റെ പ്രശ്നമുണ്ട് അല്ലേ? വെട്ടത്തിൻ്റെ പ്രശ്നമുണ്ട്. കാരണം അവിടെ നിന്ന് നന്നായി നമുക്ക് വീഡിയോസ് നല്ല ക്ലാരിറ്റി കിട്ടും. പക്ഷേ എനിക്ക് അവിടെ എൻ്റെ കയ്യിൽ പിടിച്ചിട്ട് വേണം വീഡിയോസ് എടുക്കാനായിട്ട്. അപ്പം എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് ഞാൻ ഇവിടെ നിന്ന് ഇരുന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിരിക്കുന്നത് കേട്ടോ. സ്റ്റാൻഡ് ഇല്ലാത്തതുകൊണ്ടാണേ. അപ്പോൾ സ്റ്റാൻഡൊക്കെ വാങ്ങിക്കണം, കാരണം വീഡിയോസ് തുടങ്ങിയതേ ഉള്ളല്ലോ. ഞാൻ സ്റ്റാൻഡൊക്കെ വാങ്ങിച്ച് പതുക്കെ കുറേ കാര്യങ്ങൾ പഠിക്കണം. എഡിറ്റിംഗ് ഒന്നും അറിയത്തില്ല, എഡിറ്റിംഗ് പഠിക്കണം. വീഡിയോസിൻ്റെ കാര്യങ്ങളൊക്കെ ഇനി പഠിച്ചു വരണുള്ളൂ. ആകെ എനിക്കറിയാം യൂട്യൂബിൽ വീഡിയോസ് ഇടാനാണ്, അത് വിടുന്നുണ്ട്. അപ്പം ഇനിയും തീർച്ചയായിട്ടും എൻ്റെ വീഡിയോസുകളൊക്കെ വരും. അപ്പോൾ നിങ്ങളൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യണം. എന്താണ് എൻ്റെ വീഡിയോൻ്റെ അകത്ത് എൻ്റെ കോണ്ടൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലും ഫുഡ് വ്ളോഗായിരിക്കാം. പിന്നെ ഞാൻ പുറത്തൊക്കെ പോകുമ്പോഴും ഇവിടുത്തെ കുറച്ച് കാഴ്ചകളും ചെറിയ കാഴ്ചകളും ചെറിയ ഇതൊക്കെ ആയിട്ട് നല്ല ഹാപ്പി മൊമെൻറ്റ്സ് ആയിട്ട് വരാൻ വേണ്ടിയാണ് ആഗ്രഹിക്കുന്നത്. സ്പെഷ്യലി ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഫുഡ് വ്ളോഗ് ചെന്നായിരിക്കും, ഫുഡിനെ പറ്റി തന്നെ ആയിരിക്കും. കാരണം ഞാൻ ജോലി ചെയ്യുന്നവിടെ നമ്മൾ ഡെയിലി നാട്ടിലെ പോലെ മോർണിംഗ് ആഫ്റ്റർനൂൺ ഈവനിങ് എന്ന് പറയുന്ന രീതിയിൽ തന്നെ ഫുഡ് ഉണ്ടാക്കുന്ന ആൾക്കാരാണ്. അപ്പം നല്ല ഫുഡുകൾ, നല്ല ടേസ്റ്റുള്ള മറോക്കൻ ടേസ്റ്റാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. അതൊക്കെ കഴിച്ചിട്ടുള്ളവർക്ക് മനസ്സിലാവും. അത് അങ്ങനെ ഒരു ടേസ്റ്റുള്ള ഫുഡുകളാണ്. അപ്പം അതൊക്കെ എൻ്റെ കൂട്ടുകാരിലേക്ക് എത്തിക്കണം. അതിൻ്റെ കൊച്ചു ചെറിയ ടിപ്സുകൾ. അപ്പോൾ ഇസ്രയേലിലെ ഫുഡ് ഉണ്ടാക്കുമ്പം മെയിൻലി സലാഡുകൾ ഉണ്ടാക്കുമ്പോഴുള്ള അതിൻ്റെ പല തരത്തിലുള്ള സലാഡുകൾ യൂസ് ചെയ്യാറുണ്ട്. ഒരു 30 എബോ സലാഡ് എനിക്ക് പ്രിപ്പയർ ചെയ്യാൻ ഞാൻ ഇവിടെ വന്ന് പഠിച്ചിട്ടുണ്ട്. അതും അനന്തമാണ്, സലാഡുകളുടെ അനന്ത ശേഖരമുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഫുഡുകൾ, പലതരത്തിലുള്ള ഫുഡുകൾ. നമ്മൾ സാറ്റർഡേ സൺഡേ നമ്മുടെ ഷിഷി ഷബാത്ത് എന്ന് പറയും. ഇപ്പോഴും നമ്മൾ നന്നായി പലതരത്തിലുള്ള ഫുഡുകളൊക്കെ ഉണ്ടാക്കാം. അപ്പോൾ അതൊക്കെ ഞാൻ വിചാരിച്ചു. പിന്നെ കുറച്ച് ചെറിയ ടിപ്സുകൾ, ചില ഐറ്റംസിൻ്റെ പേരുകൾ, അങ്ങനെയൊക്കെ അതൊക്കെ ചെയ്തിട്ട് അത് വെച്ചിട്ടൊരു വീഡിയോ ഉണ്ടാക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഓരോ വീഡിയോസും ചെറിയ കാര്യങ്ങൾ, ചെറിയ ടിപ്സുകൾ ഒക്കെ ഞാൻ എൻ്റെ വീഡിയോസിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇതിലൊരിക്കലും ഒരു ഹീബ്രു പഠിപ്പിക്കലോ അങ്ങനെയൊന്നുമില്ല കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ലിമിറ്റേഷനുണ്ട്. ഹീബ്രു സംസാരിക്കാൻ അറിയാമോ എന്ന് ചോദിച്ചാൽ അറിയാം, പക്ഷേ അതിൻ്റെ ഒരു ഉച്ചാരണമൊക്കെ എനിക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ട്. കാരണം നമ്മളിപ്പോൾ ഒരു 3-3.5 വർഷമായതേ ഉള്ളൂ. അപ്പം അതിൻ്റെ ഉച്ചാരണത്തിൽ കുറച്ചൊക്കെ പ്രശ്നങ്ങളുണ്ട്. അപ്പം അതൊക്കെ ഞാൻ ക്ലാരിറ്റി ആയിട്ട് ചെയ്ത് വൃത്തിയായിട്ട് തന്നെ നിങ്ങളിലേക്ക് എത്തിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പം എൻ്റെ മുന്നോട്ടുള്ള വീഡിയോസുകൾ കുറച്ചും കൂടെ ഒക്കെ നല്ല രീതി ഉണ്ടായിരിക്കും. ഇപ്പോൾ 1-2 വീഡിയോസ് ഇട്ടതിനകത്ത് കുറച്ചൊക്കെ പ്രോബ്ലംസ് ഉണ്ടെന്ന് എനിക്കറിയാം. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പം ഹീബ്രുവിൻ്റെ ഒരു ചെറിയ പ്രോബ്ലംസ് ഉണ്ട്. ഹീബ്രു സംസാരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഉച്ചാരണത്തിൻ്റെ പ്രശ്നങ്ങൾ, അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്തിട്ടായിരിക്കും ഇനി അടുത്ത കുറേ വീഡിയോസ്, അങ്ങനെയുള്ള വീഡിയോസൊക്കെ ആയിരിക്കും ഞാൻ ആഗ്രഹിക്കുന്നത് ഇടാനായിട്ട്. അപ്പം പുതിയ കൂട്ടുകാർക്ക്, ഇപ്പം ഇസ്രയേലിലേക്ക് വരാനിരിക്കുന്നവർക്കൊക്കെ ഒരുപക്ഷെ ഹെൽപ്ഫുള്ളായിരിക്കും എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം എന്താണ് ഇവിടുത്തെ ഫുഡ്, എങ്ങനെയാണ് ഇവിടുത്തെ ഫുഡിൻ്റെ രീതികൾ, അതൊക്കെ മനസ്സിലാക്കിയിട്ട് ഞാൻ ഇന്ത്യൻ ഫുഡ് കഴിക്കുന്ന ഒരാളല്ല. ഇവിടെ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ പോകുമ്പോൾ മാത്രമാണ് ഞാൻ ഇന്ത്യൻ ഫുഡ് കഴിക്കുന്നത്. ഞാൻ ഇവിടെ ഇന്ത്യൻ ഫുഡ് ഒന്നും ഉണ്ടാക്കാറില്ല. വല്ലപ്പോഴും ചപ്പാത്തി കൊണ്ടൊക്കെ കഴിക്കുന്ന ഒരാളാണ്. പക്ഷേ ഞാൻ ഇവിടുത്തെ ഫുഡാണ് ഞാൻ കഴിക്കുന്നത്. നമ്മുടെ മലയാളീസ് പക്ഷേ അങ്ങനെ എനിക്ക് തോന്നുന്നില്ല. ഇവിടുത്തെ ഫുഡ് കഴിക്കുന്നവർ വളരെ കുറവായിരിക്കും. പിന്നെ എനിക്കിഷ്ടമാണ് ഫുഡ്. എനിക്ക് ഇവിടുത്തെ ഫുഡ് ഉണ്ടാക്കി കഴിക്കാനൊക്കെ പറ്റും, പക്ഷേ ഞാൻ ഉണ്ടാക്കാറില്ല. എനിക്ക് ഇവിടുത്തെ ഫുഡാണ് ഇഷ്ടം. അതൊരു പക്ഷേ നമ്മൾ എവിടെയാണോ നമ്മൾ താമസിക്കുന്നത് അവിടുത്തെ ഫുഡ് കഴിച്ച് പഠിക്കണം എന്നുള്ളത് വലിയൊരു കാര്യമാണ്. പിന്നെ രണ്ടാമത് നമ്മുടെ നാട്ടിലെ ഫുഡും കാര്യങ്ങളൊന്നും വിട്ടുള്ള കളിയുമില്ല. ഞാൻ കഴിക്കാറുണ്ട്, പക്ഷേ ഞാൻ കൂടുതലും ഇവിടുത്തെ ഫുഡുകളൊക്കെയാണ് കഴിക്കുന്നത്. അപ്പോൾ അന്നേരം എനിക്ക് കഴിക്കുമ്പോൾ തോന്നുന്നുണ്ട് ഇവിടുത്തെ ഫുഡ് വലിയ ടേസ്റ്റില്ല, ഉപ്പില്ല, എരിവില്ല എന്നൊക്കെയുള്ള കംപ്ലയിൻസൊക്കെ നമ്മുടെ ഫ്രണ്ട്സൊക്കെ പറയുന്നത്. പിന്നെ അവരിലേക്ക് ഇത് എത്തിക്കാം എന്നൊരു ആഗ്രഹം. പിന്നെ ഓരോ
ഓരോരുത്തരും ഉണ്ടാക്കുമ്പോൾ അവരുടെ ആ രീതിയൊക്കെ വ്യത്യസ്തപ്പെട്ടിരിക്കും. അത് അത് ഒരു ഒരു സത്യമായ കാര്യമാണ്. അപ്പം ഇനി നമ്മുടെ വീഡിയോസിലൊക്കെ നമ്മൾ തമ്മിൽ മുഖാമുഖം കാണുമോ എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. എത്രമാത്രം പറ്റുമെന്ന് എനിക്കറിയില്ല. ഞാൻ ഒറ്റയ്ക്കാണ് ഈ പരിപാടിയൊക്കെ ചെയ്യേണ്ടത്. വേറൊരാളെനിക്ക് ഹെൽപ്പിനായിട്ട് വീഡിയോ എടുത്തു തരാനില്ല. അപ്പം മുഖം കണ്ട് അല്ലെങ്കിൽ നമ്മൾ ഫേസ് ടു ഫേസ് ഉള്ള കാര്യങ്ങളൊക്കെ ചിലപ്പം കുറവായിരിക്കും. അതാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുന്നത്. അപ്പം ഇടയ്ക്കിടയ്ക്കൊക്കെ നിങ്ങളുടെ വിശേഷങ്ങൾ തിരക്കി ഞാൻ വരാവേ. അപ്പോൾ വീഡിയോസൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം. കമൻറ്റുകൾ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കമൻറ്റാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഒരാളെങ്കിലും കണ്ടാൽ മതി. അയാൾ കമൻറ്റ് ഇടുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. നെഗറ്റീവ് കമൻ്റ് ഒന്നും തന്നെ കൊന്നുകളില്ലേ. സജഷൻസ് അതാണ് ഏറ്റവും വലുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ ഏതൊരു ചാനലിൻ്റെ അടിയിലും അഭിപ്രായങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും ആ വ്യക്തിക്ക്. പക്ഷേ കമൻറ്റിന് നെഗറ്റീവൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. അതൊന്നും കുഴപ്പമില്ല. നമുക്ക് നെഗറ്റീവായാലും പോസിറ്റീവായാലും എല്ലാം പോസിറ്റീവാണ്. ഓക്കെ. അപ്പം ഇനി നമുക്ക് അങ്ങോട്ടുള്ള എൻ്റെ യാത്രയിൽ ഞാൻ നിങ്ങളെയും കൂട്ടിന് വിളിക്കുകയാണ്. കട്ട സപ്പോർട്ടഡ് എല്ലാവരും ഉണ്ടായിരിക്കണം. അപ്പം ബായ്. ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം.